ഈ ദുരന്ത നിവാരണ മേഖലയിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് തയ്യാറാക്കിയാൽ ചിലപ്പോൾ 2 ഡസനോ 3 ഡസനോ ആളുകളോളം വരും. ഇതിൽ തന്നെ ചില പ്രത്യേക വിഭാഗങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും പ്രത്യേകമായ സവിശേഷമായ സമീപനം കൊണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടോ അല്ല. അവരിതെല്ലാം ചെയ്യുമ്പോഴും അവരെ എല്ലാ കോണുകളിൽ നിന്നും പല ന്യായങ്ങൾ പറഞ്ഞ് നമ്മുടെ TG മോഹൻദാസിനെ പോലെയുള്ള വിഷജന്തുക്കൾ എന്ത് വൃത്തികേടുകളും പറയുന്നത് കൊണ്ടുകൂടിയാണ് അവരെ സവിശേഷമായി എടുത്തു പറയേണ്ടി വരുന്നത്. അങ്ങനെ എടുത്തു പറയേണ്ടി വരുന്ന 2 വിഭാഗങ്ങളാണ്. ഒന്ന് SDPIയുടെ വാളണ്ടിയർമാരും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള വനിതകളും. അവരെ 2 പേരുടെയും സേവനങ്ങൾ ദുരന്തമുഖത്ത് വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട പലരും അഭിപ്രായം പറയുകയും ചെയ്തു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ പല വിഷയങ്ങളിലും ചിലരെയൊക്കെ സവിശേഷമായി എടുത്തു പറയേണ്ടി വരുന്നത് അവരെ ചവിട്ടിത്താഴ്ത്താൻ ആസൂത്രിതമായി ശ്രമം നടത്തുന്ന ഒരു കാലം കൂടിയാണ് ഇതെന്നുള്ളതുകൊണ്ടുകൂടിയാണ്. കാരണം അവരൊക്കെയും എത്ര ചെയ്താലും 100% ചെയ്താൽ പോലും 10% അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, നമ്മുടെ മോഹൻദാസിനെ പോലെയുള്ള വിവരദോഷികളും വിഷകാരികളുമൊക്കെ അവർ ധരിക്കുന്ന യൂണിഫോമുകളെക്കുറിച്ചും അവർ ധരിക്കുന്ന ഇടപെടുന്ന മേഖലയെക്കുറിച്ചും വളരെ മോശമായ പല പ്രസ്താവനകളും നടത്തുന്നത് കൊണ്ടുകൂടിയാണ്. ബാബുരാജ് ഭഗവതി എന്ന് പറയുന്ന ആൾ ഫേസ്ബുക്കിൽ എഴുതിയത് ദുരന്തഭൂമിയിൽ നിന്നുള്ള കാഴ്ചയാണ്. ഈ വാർത്തയനുസരിച്ച് 500 പേരുണ്ട് SDPIക്കാർ. എല്ലാവരും ദുരന്തമുഖത്തുണ്ട്. SDPIക്കാർ മാത്രമല്ല, വെൽഫെയറുകാരും ഡിഫിക്കാരും വൈറ്റ് ഗാർഡും IRWക്കാരും ഫ്രട്ടേണിറ്റിക്കാരും എല്ലാവരുമുണ്ട്. ഇതിൽ SDPIക്കാർക്കൊരു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉദ്യോഗസ്ഥൻ പരിശീലനം നൽകിയതിൻ്റെ പേരിലാണ് കുറച്ചു കാലം മുമ്പ് നാട്ടിൽ വലിയ പുകിലുണ്ടായത്. അതുണ്ടാക്കിയവരിൽ സംഘികളും മതേതരരുമുണ്ട്. ദുരന്തത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് സർക്കാരാണെങ്കിലും നിർണായക ഘട്ടത്തിൽ നാട്ടുകാർ സഹായിക്കണം. അങ്ങനെ സഹായികളായി ഉണ്ടാക്കാനാണ് SDPIക്കാർ ശ്രമിച്ചത്. ആ ശ്രമത്തെയാണ് സർക്കാർ വിലാസം സംഘപരിവാർ കുബുദ്ധികൾ തീവ്രവാദമായി ചിത്രീകരിച്ചത്. ഇസ്ലാമോഫോബിയ മൂലം നഷ്ടമുണ്ടാക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ ജനങ്ങൾക്കുമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ SDPIയുടെ വാളണ്ടിയർമാർ ഒരുപാട് സേവനങ്ങൾ ഈ മേഖലയിൽ അകമഴിഞ്ഞ് പ്രവർത്തിച്ചു എന്നുള്ളത് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നതാണ്. കാരണം പല മേഖലകളിലും പട്ടാളം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പല മേഖലകളിലും വളരെ സാഹസികമായി, പട്ടാളം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ന് ഞാൻ പറയാൻ കാര്യം വേറൊന്നും കൊണ്ടല്ല, അവർക്ക് പട്ടാളത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്കാണ് അവരെടുക്കുന്നത്. കാരണം അവർ ട്രെയിൻഡ് പേഴ്സണലാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കുറച്ചുകൂടി സാഹസികരായതുകൊണ്ട് പല മേഖലയിലേക്കും ഇവരൊക്കെ തന്നെ ചാടി ഇറങ്ങിച്ചെന്ന് പല സേവനങ്ങളും ചെയ്ത കഥകൾ ധാരാളമായി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരാണ് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കൂട്ടർ. രണ്ടാമത്തേത്, ഈ ചൂരൽമലയിലും മുണ്ടക്കൈ മലയിലുമൊക്കെ രാപകലില്ലാതെ പുരുഷന്മാരായ ആളുകൾ ഒരുപാട് പണിയെടുക്കുമ്പോൾ ഈ അഴുകിയ മനുഷ്യ ശരീരവും അല്ലെങ്കിൽ തകർന്നുപോയ ശരീരങ്ങളുമൊക്കെയായി ലഭിക്കുന്ന മൃതശരീരങ്ങളെ സംസ്കരിക്കുന്നതിന്, വൃത്തിയാക്കുന്നതിന്, അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വനിതകളായ കുറച്ച് സുഹൃത്തുക്കൾ ജമാഅത്ത് ഇസ്ലാമിയുടേതായി കുറേ സഹോദരിമാർ പ്രവർത്തിച്ചിരുന്നു. അവരുടെ സേവനം വളരെ വിലപ്പെട്ടതാണ്. കാരണം നമ്മളീ പറയുന്നത് പോലെ മാനസികമായ ഒരു കാര്യം നേരിടാനുള്ള കരുത്ത്, പിന്നെ ഇതുപോലത്തെ ഒരു സാഹചര്യം, പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു പരിചിതമല്ല അവയവങ്ങൾ മാത്രമായി ലഭിക്കുന്ന ഒരു സാഹചര്യം. അത്തരം സാഹചര്യങ്ങളിലൊക്കെ നിന്ന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ അതിനനുസരിച്ച് പരിചരിച്ച് സംസ്കരിച്ച് വൃത്തിയാക്കുന്നതിന് അവർ ചെയ്ത സേവനങ്ങളെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കേണ്ടതുണ്ട്. പ്രിയങ്ക ഗാന്ധിയൊക്കെ അവരെ സന്ദർശിച്ച് ആലിംഗനം ചെയ്യുന്ന ചിത്രങ്ങളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്നിരുന്നു. ഒരു സെൽഫ്ലെസ് സർവീസാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരാരും മറ്റൊന്നിനും വേണ്ടി അല്ല ഇത് ചെയ്യുന്നതെന്നുള്ളതും അവരുടെ ജീവിത ദൗത്യവും നാഥൻ്റെ പ്രതിഫലവും പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ. അവർക്കും ഹൃദയപൂർവ്വമുള്ള നന്ദിയും നന്മകളും നേരുന്നു.